നമസ്കാരം എല്ലാ കുട്ടികൾക്കും. +1 +2 ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു. എന്തൊരു ആശ്വാസമാണ് അല്ലേ? പരീക്ഷ അങ്ങോട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമന്റ്സ് ഇടാം, ഭയങ്കര സന്തോഷമാണ്. അതിനി ഓണപരീക്ഷ ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, ഒരു പരീക്ഷ തീരുമ്പം, ലാസ്റ്റ് പരീക്ഷ തീരുമ്പം കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, +1 +2 ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇന്റേണൽ മാർക്ക് ഒരു 90% അധ്യാപകർ ഇടുന്നത്. നമുക്ക് സാമാന്യ ബോധത്തോടുകൂടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്കും അത് ഉറപ്പാകും ഈ പറയുന്നത് കറക്റ്റാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുന്നതും അധ്യാപകർ ചിന്തിക്കുന്നതല്ല ഒരുപോലെ. പക്ഷെ നമ്മൾ ചിന്തിക്കണം. കാര്യം ഇതാണ്, ഓണപരീക്ഷയുടെ മാർക്ക് ഇന്റേണൽ മാർക്കായിട്ട് കൂട്ടും. ഇന്റേണൽ മാർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് +1 +2. കാരണം ഒരു വിഷയത്തിന് 20 മാർക്കാണ്. 20 × 6 വിഷയമാണെങ്കിൽ 120 മാർക്കാണ്. ഇപ്പൊ +1 ആണെങ്കിൽ 120 മാർക്ക്, +2 ആണെങ്കിൽ 120 മാർക്കാണ്. ഈ 120 മാർക്ക് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, ഭയങ്കരമായിട്ട് നമുക്ക് എഴുതി മേടിക്കുന്നതിനപ്പുറമാണ്. 120 മാർക്കും മിക്കവാറുള്ള കുട്ടികൾക്കൊക്കെ കിട്ടും. പക്ഷേ അവിടെ മാനദണ്ഡങ്ങളായിട്ട് പല രീതിയിലുണ്ടാകും. നിങ്ങളുടെ അറ്റൻഡൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഈ ടെസ്റ്റ് പേപ്പറിന്റെ ഇവാലുവേഷന്റെ മാർക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപനമായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്, കോളേജിൽ അധ്യാപനമായിട്ട് ഇരുന്നിട്ടുള്ള. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ എങ്ങനെയാണ് ഈ അധ്യാപകർ കൂടുതലും ഏത് എക്സാമിന്റെ മാർക്ക് ഇടും. യൂണിറ്റ് ടെസ്റ്റിന്റെ എടുക്കുമോ, ഓണം എക്സാമിന്റെ എടുക്കുമോ, ക്രിസ്മസ് എക്സാമിന്റെ എടുക്കുമോ, മോഡൽ എക്സാമിന്റെ എടുക്കുമോ, ഓരോ അധ്യാപകരുടെ കൺസെന്റ്. എന്നാലും പല സ്കൂളുകളിൽ പലപ്പോഴും ഓണം എക്സാമിന്റെ മാർക്കാണ് മിക്കവാറും സ്കൂൾ എടുക്കുന്നത്. കാരണം ഓണത്തിന് വളരെ കുറച്ച് ചാപ്റ്ററുകളെ കാണത്തുള്ളൂ. കുട്ടികൾ ഒരു 50% കുട്ടികളെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുക. ആ മാർക്കുകളെല്ലാം ഓണപരീക്ഷയുടെ മാർക്ക് ഏതെങ്കിലും അങ്ങ് എടുക്കും ഉറപ്പായിട്ടും. ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ ഒരു 10 ചാപ്റ്റർ, അതായത് മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് മുമ്പുള്ള 2-3 ചാപ്റ്റർ വെച്ച് ബാക്കി എല്ലാ വിഷയങ്ങളുടെയും എല്ലാ ചാപ്റ്ററുകളും കാണും ക്രിസ്മസ് എക്സാമിന്. നമ്മൾ ഓണപരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോൾ സ്ഥിരം പറയുന്ന ഡയലോഗ് ഉണ്ട്, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ കാണിച്ചു തരാം, അടുത്ത പരീക്ഷയ്ക്ക് നോക്കിക്കുക അമ്മ അച്ഛ നമ്മൾ ഫുൾ മാർക്ക് ഞങ്ങൾ മേടിക്കും, ഇപ്പം നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ ഇതിനെക്കാട്ടിൽ വളരെ താഴോട്ട് പോകും. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ +2കാരൊക്കെ നിറഞ്ഞാടുന്ന സമയം എന്ന് പറഞ്ഞാൽ മോഡൽ പ്രാക്ടിക്കൽ, മോഡൽ തിയറി, ഇതിനെല്ലാം പബ്ലിക് എക്സാമിന് മുമ്പോടിയായിട്ട് നടക്കുന്ന ഉത്സവവും പെരുന്നാളും എല്ലാം ഒരുമിച്ച് നടക്കുമ്പോഴാണ് നമുക്ക് മോഡൽ എക്സാം വരുന്നത് തിയറിയുടെ. അന്നേരം എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട് മോഡൽ എക്സാം. അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടത്തില്ല. അന്നേരം അധ്യാപകർ ചൂസ് ചെയ്യുന്ന എപ്പോഴും ഓണം എക്സാമിന്റെ മാർക്ക് തന്നെയാണ്. ഇപ്പോൾ ഓണം എക്സാം കഴിഞ്ഞു പോയി എങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് അടുത്ത് വരുന്ന നിങ്ങളുടെ സ്കൂളിൽ വരുന്ന ക്രിസ്മസ് എക്സാം എങ്കിലും നിങ്ങൾ നല്ലതുപോലെ പോയി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് മാക്സിമം മാർക്ക് മേടിക്കണം. കാരണം അധ്യാപകർക്ക് ഇടാനൊരു സ്പോട്ട്, അതായത് അധ്യാപകർ ആരും ഒരു ഈ പറഞ്ഞ പോലെ 99% അധ്യാപകരും മാർക്ക് ഭയങ്കര മോശമായിട്ട് ഇന്റേണൽ മാർക്കൊന്നും കുറയ്ക്കുന്ന അധ്യാപകരല്ല. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ലാസ്സിലെ പെരുമാറ്റങ്ങളും എല്ലാം അതിനെ ബാധിക്കും. പഠിത്തം മാത്രമല്ലല്ലോ, അതൊക്കെ ബാധിക്കും. ഇന്റേണൽ മാർക്ക് ഒരു 2 മാർക്ക് കുറഞ്ഞാൽ പോലും നമുക്ക് ഗ്രേഡിന് പോലും വ്യത്യാസമാണ്. ഇപ്പോൾ 180 മാർക്ക് വേണം A+ എങ്കിൽ 1 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് 179 A ആയിട്ട് മാറി. 160 ആണ് Aക്ക് വേണമെങ്കിൽ 1 മാർക്ക് കുറഞ്ഞാൽ അത് 159 B+ ആയി. അന്നേരം ആലോചിക്കേ, ഇന്റേണൽ മാർക്ക് പോലും വളരെ ക്രൂഷ്യലാണ്. അന്നേരം മാക്സിമം ഇങ്ങനെയുള്ള ഓണപരീക്ഷകളിൽ മാർക്ക് മേടിക്കാൻ നോക്കുക. ഓണപരീക്ഷ കഴിഞ്ഞ് ഇത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അടുത്ത എക്സാമിന് മുമ്പെങ്കിലും നിങ്ങളിത് വളരെ ക്രിയേറ്റ് ചെയ്യണം. മോഡൽ എക്സാമിന് വേണ്ടി കാത്തിരിക്കരുത്. അന്നേരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രാക്ടിക്കലൊക്കെ ഉണ്ട്. +1കാരാണെങ്കിലും ഇഷ്ടംപോലെ പഠിക്കേണ്ട സമയമാണ്. അന്നേരം ഈ മാർക്ക് മാക്സിമം ഓണത്തിന് നിങ്ങൾ മേടിക്കുന്ന കുട്ടികളാണെങ്കിൽ അടിപൊളി. കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട, അടുത്ത എക്സാമിന് മേടിച്ചിരിക്കണം. മോഡൽ എക്സാമിലേക്ക് പോകരുതെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ കാര്യം. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.